പ്രിയമുള്ളവരെ, വചനജ്വാല 1602 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 19 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 55 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജീവന്റെ ഉറവ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിനെ അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ഒരു ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടൊന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളോടതിനേക്കാൾ ഉന്നതമത്രേ. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ മാരിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സ്വിറ്റ്സർലൻഡിൽ അവഞ്ചസ് എന്ന സ്ഥലത്ത് മെത്രാനായിരുന്ന മാരിയൂസ് ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ചുവെന്നാണ് ലൊസാനിലുള്ള അദ്ദേഹത്തിന്റെ കബറിടത്തിലെ ലിഖിതത്തിൽ നിന്ന് ലഭിക്കുക. 574 അദ്ദേഹം അവഞ്ചസിലെ മെത്രാനായി. 585 ആ മെത്രാസനം കൂടുതൽ പ്രസിദ്ധമായ ലാസൈൻ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടു.
തിരുപ്പാത്രങ്ങൾ അദ്ദേഹം തന്നെ സ്വർണം കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും അദ്ദേഹം സമയം ചിലവഴിച്ചു. തന്നിമിത്തം അലസമായ സംഭാഷണങ്ങൾക്ക് തീരെ സമയമുണ്ടായിരുന്നില്ല. ലുസാനയിലെ വിശുദ്ധ മേരിയുടെ ദേവാലയം പണിയിച്ചതും കൂദാശ ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം രചിച്ചിട്ടുള്ള നാളാഗമം ഹ്രസ്വമാണെങ്കിലും 6-ാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് വളരെ ഉപകാരപ്രദമാണ്. 453 മുതൽ 581 വരെയുള്ള പ്രധാന സംഭവങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച നാൾ മുതൽക്കു തന്നെ ജനങ്ങൾ ലൊസാനയിൽ മാരിയൂസിനെ വിശുദ്ധനായി വന്ദിച്ചു പോന്നു. പ്രിയമുള്ളവരെ, അലസ മസ്തിഷ്കം പിശാചിന്റെ പണിപ്പുരയാണ് എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. സദാ എന്തെങ്കിലും പ്രയോജനകരമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിന് സഹായകരമായിരിക്കും. പ്രിയമുള്ളവരെ, പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും ഒരുപാട് സമയം ചെലവഴിച്ചിരുന്ന മെത്രാനായിരുന്ന വിശുദ്ധ മാരിയൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.